നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ സെമി ഫൈനൽ മത്സരം നടക്കുന്നത്. വിജയികൾ ഫൈനലിൽ സ്പെയിനിനെ നേരിടും. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഇംഗ്ലണ്ട് അവരുടെ പ്രിപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടാകും എന്നൊരു ചോദ്യമുണ്ട്. ചില മാറ്റങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരാൾ എല്ലാവർക്കും അറിയാം, അത് ജോർഡൻ ഹെൻഡേഴ്സൺ ആണ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതിന് ശേഷം അദ്ദേഹം കളിക്കുന്നില്ല. പക്ഷേ സ്ക്വാഡിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴുമുണ്ട്. ബട്ട് ഈസ് നോട്ട് ഫിറ്റ് ടു പ്ലേ. അപ്പോൾ ബാക്കി എല്ലാവരും കൃത്യമായിട്ട് പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ലൈനപ്പ് ഇന്നത്തെ മത്സരത്തിൽ ഇറക്കാനാണ് കോച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർവേക്കെതിരെ കളിച്ച ക്വാർട്ടർ ഫൈനൽ കളിച്ച ടീമിൽ നിന്ന് ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏറ്റവും മോസ്റ്റ് ലൈക്ലി സെനാരിയോ എന്ന് പറഞ്ഞാൽ ജാറൽ ഖൻസ തിരിച്ചെത്തുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ കാരണം കളിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് മടങ്ങിയെത്തുന്നു. അങ്ങനെ സംഭവിച്ചാൽ എസ്രി കൊൻസ സെൻട്രൽ ഡിഫൻസിലേക്ക് മടങ്ങും. അങ്ങനെ വന്നാൽ ജോൺ സ്റ്റോൺസ് ബെഞ്ചിടാവും. അല്ലാത്ത പക്ഷം ജോൺ സ്റ്റോൺസിനെ തന്നെ നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മറ്റൊരു പോസിബിൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബുക്കായോ സാക്ക നോനി മുഡേക്കിന് പകരം പ്ലേയിങ് ലെവലിലേക്ക് വരിക എന്നുള്ളതാണ്. നോർവേക്കെതിരെ മഡ്യൂക്കാണ് കളിച്ചിരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. മറ്റു മാറ്റങ്ങളൊന്നും ടീമിൻ്റെ കോറിൽ വരുത്താൻ ഇപ്പോൾ കോച്ച് ശ്രമിക്കുന്നില്ല എന്ന് തന്നെ ESPN റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു ലൈക്ലി ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: പിക്ഫോർഡ്, ഖൻസ. അപ്പം അങ്ങനെ വന്ന സ്റ്റോൺസ് പുറത്തിരിക്കും. ദെൻ ഖൻസ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് മാറും. അപ്പോൾ ജാറൽ ഖൻസ റൈറ്റ് ബാക്കിലേക്ക് വരികയും അതേസമയം എസ്രി കൊൻസ സെൻറ്റർ ബാക്കിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ മാർഗുയി അവിടെ ഉണ്ടാവും. ഒപ്പം നിക്കോ ഒഴീലി വിങ് ബാക്ക് പൊസിഷനിൽ ഉണ്ടാവും. ദെൻ റൈസും എലിയറ്റ് ആൻഡേഴ്സണും മധ്യനിരയിൽ സാക്ക, മെഡുക്കിന് പകരം സാക്ക മുന്നേറ്റത്തിലുണ്ടാവും. പിന്നെ ബെല്ലിങ്ങാം, ഗോർഡന്, കെയ്ര. ഇതാണിപ്പം പ്രതീക്ഷിക്കുന്ന ഒരു 11. എന്തായാലും ഏറ്റവും മികച്ച 11 കൊണ്ട് തന്നെ അർജൻറ്റീനയ്ക്കെതിരെ ഇറങ്ങുക, വിജയിച്ച് കയറുക. ഇതാണിപ്പോൾ തോമസ് തുഷലിൻ്റെ ലക്ഷ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.